അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ച. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇന്ന് വൈകുന്നേരം അവസാനിക്കുമെന്നും ഇന്ന് സമാധാന കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബുകൾ പൊട്ടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ അണ്വായുധങ്ങൾ കൈവശം വയ്ക്കരുതെന്നാണ് US പ്രധാന ആവശ്യമെന്ന് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കയുമായി സമാധാന ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് അബ്ബാസ് അരാഗ്ചി. കരാർ ലംഘിച്ച് അമേരിക്ക തങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇറാൻ. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം തുറന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താനാണെന്ന് UDF. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ മുറി തുറന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളായ MK രാഘവൻ, DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ തുടങ്ങിയവർ പറഞ്ഞു. അതേസമയം സ്ട്രോങ് റൂമിന് സമീപത്തെ റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നുവെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു. സ്ട്രോങ് റൂമല്ല മെറ്റീരിയൽ റൂമാണ് തുറന്നതെന്നും എല്ലാ കക്ഷികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് തുറന്നതെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ. EVMകളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. ഏപ്രിൽ 20 രാവിലെ 11:15 തുറന്നത് സീൽ ചെയ്യാത്ത മുറിയാണെന്നും കളക്ടർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുടുംബസമേതമെത്തിയ അദ്ദേഹം വഴിപാടുകളും നടത്തി. ദർശനം നടത്തുന്നതിന്റെ ചിത്രം പകർത്തിയ മാധ്യമ പ്രവർത്തകരോട് ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ദേവസ്വം ജീവനക്കാർ ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കി. വ്യാജ അക്കൌണ്ടുകളിൽ നിന്ന് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പോലീസിൽ പരാതി നൽകി. മുഖ്യമന്ത്രി ചർച്ചയിലൂടെ 90-ലധികം വ്യാജ പേജുകളുടെ പേരടക്കം സൂചിപ്പിച്ച് KPCC പ്രസിഡന്റിന്റെ അനുമതിയോടെയാണ് ദീപ്തിയുടെ പരാതി. ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം ഒളിവിൽ കഴിഞ്ഞ് ഇന്നലെ കോഴിക്കോട്ടെത്തിയ വിഷ്ണു വായ്പയെടുത്ത M-Pocket എന്ന ലോൺ ആപ്പിനെതിരെ അന്വേഷണം. ആപ്പിനു പിറകിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന് പോലീസ്. 22,000 രൂപ തിരിച്ചടച്ചിട്ടും ഭീഷണിയായിരുന്നെന്ന് വിഷ്ണു പറഞ്ഞു. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായില്ല. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടാൻ ചരക്കു കപ്പലുകൾ. തുറമുഖത്തിന്റെ നിലവിലെ ശേഷിയേക്കാൾ അധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതിനാൽ അപേക്ഷകൾ നിരസിക്കുകയാണ്. CPMലെയും CPIയിലെയും ഏതാനും നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന് അവകാശപ്പെട്ട് PV അൻവർ മമതാ ബാനർജിക്ക് 2 വർഷം മുൻപ് നൽകിയ കത്ത് ചോർന്നു. UDF നേതാക്കളും തൃണമൂലിൽ ചേരുമെന്ന് അവകാശപ്പെട്ട് 2024 നവംബർ 26 അൻവർ മമതയ്ക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിരിക്കെയാണ് കത്ത് പുറത്തായത്. പാർട്ടി വിട്ട PV അൻവറിനെ തള്ളി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നേതാവാണ് PV അൻവർ എന്ന് തൃണമൂൽ സെക്രട്ടറി V ശിവദാസൻ വിമർശിച്ചു. അൻവറിനുള്ള തൃണമൂൽ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ പോയാൽ തൃണമൂൽ കോൺഗ്രസിന് ഒന്നുമില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് ശക്തമാണെന്നും ശിവദാസൻ പറഞ്ഞു. ഭൂട്ടാൻ വഴി 15,000 വാഹനങ്ങൾ വ്യാജ രജിസ്ട്രേഷനിലൂടെ കള്ളക്കടത്തായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കസ്റ്റംസ്. കോടികളുടെ നികുതി വെട്ടിച്ചാണ് സൂപ്പർ കാറുകളും ബൈക്കുകളും കടത്തിയത്. ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ സംയുക്ത യോഗം ചേർന്നാണ് കള്ളക്കടത്തു കേസുകൾ പരിശോധിച്ചത്.
കംബോഡിയയിൽ കോൾ സെന്ററിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ വിദേശത്തേക്ക് കടത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. കൊല്ലം ശക്തികുളങ്ങര നന്മനഗർ ജപനിയിൽ വീട്ടിൽ ലിയോൺ ജേക്കബിനെയാണ് കൈനടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഗ്ദാനം ചെയ്ത ജോലി നൽകാതെ വഞ്ചിച്ചതിന് പുറമെ നാട്ടിലേക്ക് മടങ്ങാൻ യുവതികളിൽ നിന്ന് ഇയാൾ പണം ഈടാക്കുകയും ചെയ്തിരുന്നു. മദ്യനയ കേസിൽ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ തള്ളി. തന്റെ മക്കൾ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരാണെന്നതോ സോളിസിറ്റർ ജനറൽ അവർക്ക് കൂടുതൽ കേസ് നൽകുന്നു എന്നതോ പക്ഷപാതമാകില്ല. സംഘപരിവാർ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തത് നിയമ പരിപാടി എന്ന നിലയിലാണ്. ജഡ്ജി കളങ്കിതയാണെന്ന് ആരോപിച്ച് കോടതിയുടെ വിശ്വാസ്യത ഇടിക്കാൻ അനുവദിക്കില്ലെന്നും ജഡ്ജി പറഞ്ഞു. കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ സിബിഐ നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയിലുള്ളത്. വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായി ലാപ്ടോപ്പുകൾ നൽകുന്നതായി വ്യാജ പ്രചാരണം. ലാപ്ടോപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കേണ്ട ഒരു ലിങ്ക് സഹിതമാണ് വ്യാജ പ്രചാരണം. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ പണവും സ്വകാര്യ വിവരങ്ങളും നഷ്ടമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ രംഗത്ത് നിർണായക മുന്നേറ്റമായി ആദ്യത്തെ അത്യാധുനിക 3D ചിപ്പ് പാക്കേജിംഗ് പ്ലാന്റിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തറക്കല്ലിട്ടു. അമേരിക്ക ആസ്ഥാനമായ 3D ഗ്ലാസ് സൊല്യൂഷൻസ് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കമ്പനിയുടെ ഇന്ത്യൻ ഘടകമായ ഹെറ്ററോജീനിയസ് ഇന്റഗ്രേഷൻ പാക്കേജിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേനയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നാരായൺപുരിൽ വിമാനം തകർന്നു വീണ 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ജസ്പൂർ മേഖലയിലെ വനമേഖലയിലാണ് സ്വകാര്യ ചാർട്ടേഡ് വിമാനം തകർന്നത്. തകരാർ മൂലം താഴ്ന്നു പറന്ന വിമാനം കുന്നിൻ മുകളിലെ മരത്തിലിടിച്ച് തകരുകയായിരുന്നു. മധ്യപ്രദേശിലെ സത്ന ജില്ലാ ആശുപത്രിയിൽ തലാസീമിയ രോഗികളായ 5 കുട്ടികൾക്ക് HIV ബാധിച്ചത് ആശുപത്രിയുടെ ഗുരുതരമായ പിഴവുകൾ മൂലമെന്ന് അന്വേഷണ റിപ്പോർട്ട്. കാലഹരണപ്പെട്ട രീതികളിലൂടെയും ശരിയായി പരിശോധിക്കാതെയും രക്തം നൽകിയതും രേഖകളിൽ കൃത്രിമം കാണിച്ചതുമാണ് കാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ അവകാശമാണെന്നാണ് ഭരണഘടന പറയുന്നതെന്നും എന്നാൽ BJP ഇത് അംഗീകരിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി. കന്യാകുമാരി കൊളച്ചലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി എന്നും പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ MK സ്റ്റാലിന്റെ പദ്ധതികളെയും രാഹുൽ പ്രസംഗത്തിൽ പുകഴ്ത്തി. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രങ്ങൾ മെനയുന്ന കമ്പനിയായ ഐപാക് താൽക്കാലികമായി പ്രവർത്തനം നിർത്തി. നിയമപരമായ ചില തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 20 ദിവസത്തേക്ക് ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ നിർത്തിവച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഭാരതത്തിന്റെ മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാന്റെ IRIS ദേന എന്ന യുദ്ധക്കപ്പലിന് നേരെ മാർച്ച് 4 ശ്രീലങ്കൻ തീരത്ത് നടന്ന അമേരിക്കൻ ആക്രമണം കൂട്ടക്കുരുതിക്കു വേണ്ടി മാത്രമാണെന്ന് വെളിപ്പെടുത്തൽ. അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്ത ടോർപിഡോയാണ് കപ്പലിനെ തകർത്തത്. കപ്പലിൽ ഉണ്ടായിരുന്ന നാവികൻ ഹമീദ് മൊമേനയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. 104 പേർ കൊല്ലപ്പെട്ട ദുരന്തത്തിൽ 87 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു. ഹമീദ് ഉൾപ്പെടെ 32 നാവികരെയാണ് രക്ഷപ്പെടുത്തിയത്. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകി. ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരമായ ഇവാത്തെ പ്രവിശ്യയുടെ തീരക്കടലിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സുരക്ഷാ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ചർച്ചകളാണ് നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും പ്രധാന പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് ഓഹരി വിപണികളിൽ ഭീമമായ തുകയ്ക്ക് വ്യാപാരം നടക്കുന്നുണ്ടെന്ന് BBC. ഇത് നിയമവിരുദ്ധമായ ഇൻസൈഡർ ട്രേഡിംഗ് ആണെന്നാണ് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ യുക്രൈൻ റഷ്യക്കെതിരെ റോബോട്ടുകളെ രംഗത്തിറക്കി. റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ആക്രമണം നടത്താനും റോബോട്ടുകളെ മാത്രമല്ല കരയിൽ സഞ്ചരിക്കുന്ന ഡ്രോണുകളെയും യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ട്. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 99 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് 2ാം ജയം ആഘോഷിച്ചു.
അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ മുംബൈ തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് 15.5 ഓവറിൽ 100 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.